ഹലോ എവരി വൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത് NIOS +2 പൊളിറ്റിക്കൽ സയൻസിലെ 21th ചാപ്റ്റർ ആണ്. 21ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ്, പൊതുജനാഭിപ്രായവും സമ്മർദ്ദ ഗ്രൂപ്പുകളും. പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പ്രഷർ ഗ്രൂപ്പ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, പൊതുജനാഭിപ്രായങ്ങളും സമ്മർദ്ദ ഗ്രൂപ്പുകളും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഒരു അഭിപ്രായം, ഒപ്പീനിയൻ, നിലപാട് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചും ഭരണരീതികളെ കുറിച്ചും ഭരണത്തിന്റെ നല്ല വശങ്ങളെ കുറിച്ചും ഭരണത്തിന്റെ പോരായ്മകളെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ജനങ്ങൾക്കുണ്ടാവും. ആ അഭിപ്രായങ്ങളെയാണ് എന്തു പറയുന്നത്? അതായത് പബ്ലിക് ഒപ്പീനിയൻ അഥവാ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾ, പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മളുടെ ഭരണരീതികളിലെ പല അവകാശങ്ങളും നമ്മൾക്ക് ഇപ്പൊ ആരാണോ ഗവൺമെന്റ് വെച്ചാല് ആ ഗവൺമെന്റിന്റെ കണ്ണുകളിലേക്ക് ശ്രദ്ധ എത്തിക്കുക ആരാണ്? ഈ പ്രഷർ ഗ്രൂപ്പുകളാണ്. ചില ആവശ്യങ്ങൾ, മനുഷ്യന്റെ പല ആവശ്യങ്ങളും ഭരണകർത്താക്കളുടെ മുന്നിലേക്ക് ശ്രദ്ധ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവരാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ. അപ്പൊ അവരെ കുറിച്ചാണ് നമ്മൾ ഈ NIOSന്റെ പൊളിറ്റിക്കൽ സയൻസിലെ 21ാമത്തെ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിലുപരി നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിന്റെ നമ്മൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട് അല്ലെ. ഓരോ ഭരണം മാറുമ്പോഴും 5 വർഷം കഴിയുമ്പോൾ ഓരോ പാർട്ടികൾ ഭരണം മാറി വരും. കാരണം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആണ്. അപ്പൊ നമ്മൾക്കൊക്കെ വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരുത്തുന്നതിന് വേണ്ടിയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്സ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പബ്ലിക് ഒപ്പീനിയൻ എന്ന ഈ പ്രധാനപ്പെട്ട ടോപ്പിക്സിലേക്ക് കടക്കാം. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ പബ്ലിക് ഒപ്പീനിയൻ? പൊതുജനാഭിപ്രായം. എന്താണ് പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞാല് പൊതുജനങ്ങളുടെ സംഘടിതവും ചിന്താപരവുമായ അഭിപ്രായത്തെയാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. പൊതുജനങ്ങളുടെ സംഘടിതവും ചിന്താപരവുമായ അഭിപ്രായങ്ങളെയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? പൊതുജനാഭിപ്രായം എന്നറിയപ്പെടുന്നത്. മാത്രമല്ല, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യ അഭിപ്രായമല്ല. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ് പൊതുജനാഭിപ്രായം. അപ്പോ പൊതുജനാഭിപ്രായം എന്താ എന്ന് ചോദിച്ചാൽ, അഥവാ പബ്ലിക് ഒപ്പീനിയൻ, വാട്ട് ഈസ് മീൻ ബൈ പബ്ലിക് ഒപ്പീനിയൻ? അതായത് പൊതുജനങ്ങളുടെ സംഘടിതവും ചിന്താപരവുമായ അഭിപ്രായത്തെയാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്വകാര്യമായ അഭിപ്രായമല്ല. ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകമാണ് പൊതുജനാഭിപ്രായം. അപ്പോ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പ്രധാന ഘടകമായിട്ടാണ് പൊതുജനാഭിപ്രായത്തെ കണക്കാക്കുന്നത്. ഇതാണ് അതിന്റെ മീനിങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ കേൾക്കും ചെയ്യാം, അതിനോടൊപ്പം ഇത് എഴുതിയെടുത്തോളൂണ്ടു. അത് മാത്രല്ല, നിങ്ങളുടെ ഗൈഡിലെ ചാപ്റ്റർ 21 പേജ് നമ്പർ NIOSന്റെ ഈ ടെസ്റ്റില് ഗൈഡില് 156 പേജില് എന്താണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന ആ ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അത് തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ അതിന്റെ സവിശേഷതകളാണ് മനസ്സിലാക്കാൻ പോകുന്നത്. പബ്ലിക് ഒപ്പീനിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ. പൊതുജനാഭിപ്രായത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് അത് സംഘടിതവും ചിന്താപരവുമായ അഭിപ്രായ രൂപീകരണമാണ്. പൊതുജനാഭിപ്രായത്തിന്റെ അഥവാ പബ്ലിക് ഒപ്പീനിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അഥവാ സവിശേഷത എന്ന് പറയുന്നത് അതൊരു സംഘടിതമാണ്, അതിലുപരി ചിന്താപരമായ അഭിപ്രായ രൂപീകരണമാണ്. സംഘടിതവും ചിന്താപരമായ അഭിപ്രായ രൂപീകരണവുമാണ്.
എല്ലാ ജനങ്ങളുടെയും ഒരേപോലെയുള്ള അഭിപ്രായമാകണമെന്നില്ല. ഇപ്പൊ പൊതുജനാഭിപ്രായം എന്ന് പറയുമ്പോൾ എല്ലാ ജനങ്ങൾക്കും ഒരേ അഭിപ്രായം ആവണമെന്നുണ്ടാവും, അതാവില്ല. പലർക്കും പല അഭിപ്രായമായിരിക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു ബില്ല് പാസ്സാക്കി, ആ ബില്ലിനെതിരെ ചിലവർ അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ചില ആളുകൾ പ്രതികൂലിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായം ചിലപ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നില്ല, ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഒന്നാമത്തെ സവിശേഷത എന്താണ്? സംഘടിതവും ചിന്താപരമായ അഭിപ്രായ രൂപീകരണമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എല്ലാ ജനങ്ങളുടെയും ഒരുപോലെയുള്ള അഭിപ്രായമാകണമെന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ്, സാഹചര്യങ്ങൾക്കും കാലത്തിനും അനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താം. ആൻഡ് ഫോർത്ത് പോയിന്റ്, ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ജനാധിപത്യ ആശയവിനിമയം ഉറപ്പാക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു പബ്ലിക് ഒപ്പീനിയനിലെ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ജനാധിപത്യ ആശയവിനിമയം. ജനാധിപത്യ ആശയവിനിമയം എന്ന് പറഞ്ഞാല് ഒരു ഡെമോക്രസി കമ്മ്യൂണിക്കേഷൻ. ജനാധിപത്യമായ ആശയവിനിമയം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാല് ഏതിലൂടെയാണ്? ജനവിധിയിലൂടെയാണ്, തെരഞ്ഞെടുപ്പിലൂടെയാണ് ആ പൊതുജനാഭിപ്രായം അവര് പ്രകടിപ്പിക്കുക. ഇപ്പൊ ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ജനാധിപത്യ ആശയവിനിമയം ഉറപ്പാക്കാൻ എന്തിനു കഴിയുന്നു? പൊതുജനാഭിപ്രായത്തിന് കഴിയുന്നു. ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ജനാധിപത്യ ആശയവിനിമയം ഉറപ്പാക്കുന്നതിനും പൊതുജനാഭിപ്രായത്തിന് സാധിക്കുന്നു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പാർട്ടി 5 വർഷം ഭരിച്ചു, നമുക്ക് ആ പാർട്ടിയോട് അഭിപ്രായ വ്യത്യാസം വന്നോ എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും. 5 വർഷം കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ആ ഭരിക്കുന്ന പാർട്ടി ഇനി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മാറി ചിന്തിക്കാം. അതാണ് പൊതുജനാഭിപ്രായം. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? ജനങ്ങളും സർക്കാരും തമ്മിലുള്ള ജനാധിപത്യ ആശയവിനിമയം ഉറപ്പാക്കുന്നു എന്നത് പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതയാണ്. അപ്പോ ഇതാണ് അതിന്റെ അർത്ഥവും അതിന്റെ സവിശേഷതയും ട്ടോ. അടുത്തത് നോക്കൂ, നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനാഭിപ്രായത്തിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കി, ഇനി അതിന്റെ പ്രാധാന്യം അഥവാ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പൊതുജനാഭിപ്രായത്തിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്? പൊതുജനാഭിപ്രായത്തിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടന്റ് മക്കളെ എന്തിനൊക്കെ വേണ്ടിയാണ്? നമുക്കറിയാം, നയരൂപീകരണത്തിന് വേണ്ടി. പോളിസി മേക്കിംഗ് എന്ന് പറയും. നയരൂപീകരണം, സർക്കാരിന് മികച്ച നയങ്ങൾ രൂപീകരിക്കുന്നതിൽ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകാൻ ഏതിനു കഴിയും? പൊതുജനാഭിപ്രായത്തിന് കഴിയും. ഇപ്പൊ ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ജനങ്ങൾ അവരുടെ അഭിപ്രായം പറയുമ്പോൾ സർക്കാരിന് ചിന്തിക്കാം, ഇന്ന രീതിയിലൊക്കെ മാറ്റം വരുത്തണം, ഇങ്ങനെ ഭരണം നടത്തി കഴിഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് എതിർപ്പുളവാകും. അതുകൊണ്ട് ഒരു നയം, ജനങ്ങളുടെ അഭിപ്രായം സർക്കാർ നല്ലൊരു സർക്കാരാണെങ്കിൽ എന്താ ചെയ്യുക? ജനങ്ങളുടെ അഭിപ്രായം മാനിക്കുകയും അത് സ്വീകരിക്കുകയും അത് നയരൂപീകരണത്തിന് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പൊതുജനാഭിപ്രായത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റാണ് നയരൂപീകരണം. സർക്കാരിന് മികച്ച നയങ്ങൾ രൂപീകരിക്കുന്നതിൽ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുക എന്നത് പൊതുജനാഭിപ്രായത്തിന്റെ പ്രാധാന്യമാണ്. സെക്കൻഡ് പോയിന്റ് ആണ് നിയമനിർമ്മാണം. നിയമനിർമ്മാണം എന്താ? നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ ലോ മേക്കിംഗ്. അതായത് ജനങ്ങൾക്ക് അനുയോജ്യമായ നിയമങ്ങൾ സർക്കാർ നിയമനിർമ്മാണ സഭകളെ സഹായിക്കുന്നു. ഇപ്പൊ ഒരു ജനതയ്ക്ക് അനുയോജ്യമായ നിയമങ്ങൾ നിർമ്മിക്കാൻ നിയമനിർമ്മാണ സഭകളെ സഹായിക്കുക എന്നതും ഈ ഒരു പൊതുജനാഭിപ്രായത്തിന്റെ പ്രത്യേകതയാണ്. നിയമനിർമ്മാണങ്ങൾ നടപ്പാക്കുക. ജനതയ്ക്ക്, നമ്മുടെ ജനത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ സർക്കാരിനെ സഹായിക്കാനും എന്ത് സാധിക്കുന്നു? പൊതുജനാഭിപ്രായം സഹായിക്കുന്നു. വാച്ചിങ് ഡോഗ്. വാച്ച് ഡോഗ് എന്താ? വാച്ച് ഡോഗ് പങ്ക് പറഞ്ഞാല് റോൾ ഓഫ് വാച്ച് ഡോഗ്. നമുക്കറിയാം, സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിരന്തരം വീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കാവൽക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത് പൊതുജനാഭിപ്രായങ്ങൾ. നമുക്കറിയാം,
പൊതുജനാഭിപ്രായം എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾ സർക്കാരിനെ വീക്ഷിക്കുന്നത് ആര് വീക്ഷിക്കുന്ന പോലെയാണ്? ഒരു കാവൽക്കാരനെ പോലെ, വാച്ച് ഡോഗ്. ഒരു നായ എങ്ങനെയാണോ അതിന്റെ യജമാനനെ കാത്തു സൂക്ഷിക്കുന്നത്, സംരക്ഷിക്കുന്നത്, അതുപോലെയാണ് നമ്മൾ ജനങ്ങൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. ഒരു കാവൽക്കാരനായിട്ട് ജനങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പൊ അതാണ് ഈ പൊതുജനാഭിപ്രായത്തിന്റെ മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഒരു വാച്ച് ദ ഡോഗ് ആണ്. വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നായ എങ്ങനെയാണോ തന്റെ യജമാനനെ സംരക്ഷിക്കുന്നത്. നമുക്കറിയാം, ഡോഗിനെ നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ അവർക്ക് നന്നായി കെയർ ചെയ്യുന്ന ഒരു ഡോഗാണെങ്കിൽ ആ ഡോഗിന് അത്രയധികം തന്റെ യജമാനനോട് സ്നേഹം ഉണ്ടായിരിക്കും. ആ യജമാനന്റെ മക്കളെക്കാട്ടും ചിലപ്പോൾ സ്നേഹം ഉണ്ടായിരിക്കുക ഡോഗിനായിരിക്കും. കാരണം അതേപോലെയാണ് നമ്മൾ അതായത് ജനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഭരണകർത്താക്കളെ നിയന്ത്രിക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്, നിരന്തരം വീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഒരു കാവൽക്കാരനെ പോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൊതുജനാഭിപ്രായത്തിന്റെ പങ്ക് എന്ന് പറയുന്നത് വാച്ച് ഡോഗ് ആണ് എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ പൊതുജനാഭിപ്രായത്തിന്റെ മറ്റൊരു പ്രാധാന്യമാണ് മക്കളെ അവകാശ സംരക്ഷണം. അപ്പൊ ഈ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ക്യാച്ച് ചെയ്താൽ മതി. ഇപ്പോ പബ്ലിക് ഒപ്പീനിയന്റെ പ്രാധാന്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് മനസ്സിലാക്കിയ പിന്നെ നിങ്ങൾക്ക് നിങ്ങളതായ ശൈലിയിൽ തന്നെ എഴുതാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്, പുറത്തുനിന്നുള്ള ഒരു സബ്ജക്റ്റ് അല്ല. നമ്മളുടെ നിത്യജീവിതത്തിൽ ഇന്ന് എല്ലാവർക്കും രാഷ്ട്രീയത്തെ കുറിച്ച് നല്ല ഒരുവിധം അറിവുണ്ട്, പത്രവായനകളുണ്ട്, മീഡിയാസുകൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വ്യക്തമായൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പോയിന്റുകൾ മനസ്സിലാക്കി നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അവകാശം അതേപോലെ തന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പൊതുജനാഭിപ്രായത്തിന്റെ മറ്റൊരു പ്രാധാന്യമാണ് അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത്. പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നത് പൊതുജനാഭിപ്രായമാണ്. ഓരോ പൗരന്റെയും മൗലിക അവകാശം എന്ന് പറയുമ്പോൾ എന്താണ്? മൗലിക അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്. ആ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കേണ്ടതും ഏത് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്? പൊതുജനാഭിപ്രായം. അതുകൊണ്ട് പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നു. അടുത്തതാണ് അന്താരാഷ്ട്ര സ്വാധീനം. രാജ്യത്തിന്റെ വിദേശ നയങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സ്വാധീനിക്കുന്നതിനും വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്? പൊതുജനാഭിപ്രായങ്ങൾ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ വിദേശ നയങ്ങൾ, ഫോറിൻ പോളിസിയും അതേപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പും. ഇപ്പൊ രാജ്യത്തിന്റെ വിദേശ നയങ്ങളും ഇന്റർനാഷണൽ ബന്ധങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ സ്വാധീനം നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഒരുപാട് വ്യവസായികൾ വിദേശത്ത് പോയി പണം മുടക്കുന്നുണ്ട് അല്ലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലുലു ഗ്രൂപ്പ്, അതേപോലെ തന്നെ മറ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അവന് ഒരുപാട് നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വ്യവസായികൾ വിദേശ രാജ്യത്തും അവർ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പൊതുജനാഭിപ്രായത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ വിദേശ രാജ്യങ്ങളുമായി നമ്മുടെ രാജ്യത്തിന് അടുപ്പമുണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ വിദേശ നയങ്ങൾ സ്വീകരിക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്? നമ്മളതിനെ പൊതുജനാഭിപ്രായങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള് നന്നായിട്ട് നോട്ട് ചെയ്യുക. പൊതുജനാഭിപ്രായത്തിന്റെ പ്രാധാന്യം ഏകദേശം 5 പോയിന്റ് ആണ് ഇതിൽ പറയുന്നത്. നയരൂപീകരണം, നിയമനിർമ്മാണം, വാച്ച് ഡോഗ്, അവകാശ സംരക്ഷണം, അന്താരാഷ്ട്ര സ്വാധീനം. അടുത്തതാണ് ഈ പൊതുജനാഭിപ്രായത്തിന്റെ രൂപീകരണ മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഫോംസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയും? ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപീകരിക്കുക? അല്ലെങ്കിൽ പൊതുജനാഭിപ്രായത്തിന്റെ ഏജൻസികൾ എന്തൊക്കെ? പ്രധാന ഫോംസ് അഥവാ ഏജൻസി എന്ന് പറയുന്നത് ജേർണലിസം ആണ് അല്ലെ. പത്രമാധ്യമ
സോഷ്യൽ മീഡിയാസുകളിലൂടെയാണ് പൊതുജനാഭിപ്രായം അതാത് ഗവൺമെന്റിന്റെ മുന്നിലേക്ക് എത്തിക്കപ്പെടുന്നത്. അപ്പൊ പൊതുജനാഭിപ്രായത്തിന്റെ പ്രധാന ഫോംസ്, ഇമ്പോർട്ടന്റ് ഫോംസ് എന്ന് പറയുന്നത് ജേർണലിസമാണ്, അഥവാ പത്രമാധ്യമങ്ങളാണ്. അപ്പൊ ഫോംസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ എന്താണ്? പൊതുജനാഭിപ്രായത്തിന്റെ രൂപീകരണ മാർഗങ്ങൾ ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, പത്രമാധ്യമങ്ങൾ. നമുക്കറിയാം പത്രമാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ പൊതുജനാഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ഓരോ പ്രദേശങ്ങൾ നിങ്ങൾ നമുക്കറിയാം പത്രമാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നമുക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. കാരണം ഓരോ ആളുകളും അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ ഇന്ന് മീഡിയാസുകൾ വഹിക്കുന്ന പങ്ക് പറയാൻ കഴിയാത്തത്ര ഉണ്ട്. എപ്പോഴും എന്താ പറയാ, രാവിലത്തെ മോർണിംഗ് ന്യൂസും രാത്രിയിലെ നൈറ്റ് ന്യൂസും ഒക്കെ വീക്ഷിക്കുന്ന ഒരാളാണ്. കാരണം നമ്മള് പൊളിറ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അതിലുപരി നമുക്ക് ഓരോ ദിവസത്തെയും അറിവുകളും കാര്യങ്ങളും നമുക്ക്, കാരണം നമ്മൾ ജോലി തിരക്ക് കാരണം നമ്മളൊന്നും അറിയാതെ പോവരുത് എന്ന് കരുതി പണിത്തിരക്കിന്റെ ഇടയിൽ കൂടി ഞാൻ ന്യൂസുകൾ ശ്രദ്ധ ചെലുത്താറുണ്ട്. രാവിലത്തെ മോർണിംഗ് ന്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ആ ന്യൂസുകളിലൊക്കെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന മഴക്കെടുതി മൂലം, ദാരിദ്ര്യം മൂലം, പല കടക്കണി മൂലം, അങ്ങനെ ഓരോ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ കണ്ണിലേക്ക് എത്തിക്കുന്നതില് പത്രമാധ്യമങ്ങൾ വഹിക്കുന്ന, സോഷ്യൽ മീഡിയാസുകളും വഹിക്കുന്ന പങ്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് പബ്ലിക് ഒപ്പീനിയനിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ആരാണെന്ന് പറയാനുള്ള കാരണം പത്രമാധ്യമങ്ങളാണ്. വാർത്തകളും വിശകലനങ്ങളും നൽകുന്നു. അതേപോലെ റേഡിയോ, ടെലിവിഷൻ, സിനിമ തുടങ്ങിയ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ. നമുക്കറിയാം ചില സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സില് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സിനിമകളിലൂടെയും മറ്റ് ദൃശ്യാവിഷ്കാരങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കും. ലഹരിക്കെതിരെയൊക്കെയുള്ള, ഇപ്പൊ നമുക്ക് കാണാം ഈ ലഹരിക്കെതിരെയൊക്കെയുള്ള പോരാട്ടങ്ങൾ, ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ചില ദൃശ്യാവിഷ്കാരങ്ങൾ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനും അതിനുവേണ്ട ശ്രദ്ധ നമ്മളുടെ വരും തലമുറയെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഈ റേഡിയോയും ടെലിവിഷനും സിനിമയൊക്കെ വഹിക്കുന്ന പങ്ക് വളരെയധികം പ്രാധാന്യം ഉൾക്കൊള്ളുന്നതാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെ, പൊതുയോഗങ്ങളെ, ഇതൊക്കെ പൊതുജനാഭിപ്രായം വിലയിരുത്തുന്നതിനും ചർച്ചകൾ നടത്തുന്നതിനും സഹായിക്കുന്നുണ്ട്. അഭിപ്രായ സർവേകൾ, പോൾ എന്ന് പറയും. നമുക്കറിയാം നമ്മളുടെ തെരഞ്ഞെടുപ്പ് ആവുമ്പോ പോളുകള് ഔട്ട് ചെയ്യാറുണ്ട്. ആർക്കാണ് കൂടുതൽ വോട്ട് കിട്ടുക തുടങ്ങിയ കാര്യം. കാരണം അതെങ്ങനെയാണ് ഈ പോൾസുകൾ ഉണ്ടാക്കുന്നത്? ജനങ്ങളിൽ നിന്നും സർവേ നടത്തിയിട്ടാണ്. അപ്പൊ ഈ ജനവികാരം അളക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പബ്ലിക് ഒപ്പീനിയന്റെ ഭാഗമാണ്. അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഇപ്പൊ ടീച്ചർ എടുക്കുന്ന ഈ ക്ലാസ് പോലും പബ്ലിക് ഒപ്പീനിയന് ഇമ്പോർട്ടന്റ് വഹിക്കുന്ന, പബ്ലിക് ഒപ്പീനിയൻ രൂപം കൊള്ളാൻ സഹായിക്കുന്നുണ്ട്. കാരണം എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികൾക്ക് ചിന്താശേഷി വളർത്തുന്നുണ്ട്. തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയുന്നതിനും, ശരി കണ്ടാൽ അത് ശരിയാണ് എന്ന് പറയുന്നതിനും, തെറ്റും ശരിയും നമ്മളെ മക്കളെ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതിനൊക്കെ ഈ ഒരു വിദ്യാഭ്യാസ മേഖല നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പബ്ലിക് ഒപ്പീനിയൻ രൂപീകരിക്കുന്നതിനുള്ള മാർഗങ്ങളായിട്ട് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോ ഫോംസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വെക്കണം? പത്രമാധ്യമങ്ങളെ, റേഡിയോ, ടെലിവിഷൻ, സിനിമ, രാഷ്ട്രീയ പാർട്ടികൾ ആൻഡ് പൊതുയോഗങ്ങൾ, അഭിപ്രായ സർവേകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇതൊക്കെ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുന്നത്, ആരോഗ്യകരമായ അഭിപ്രായ രൂപീകരണത്തിന് തടസ്സങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതായത് ചില സമയത്ത് അതിന്റെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാവുമ്പോ ഇങ്ങനെ വരിക. നിങ്ങളുടെ ഗൈഡിലെ 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അനലൈസ് ദ ഹിൻഡ്രൻസ് ദാറ്റ് കം ഇൻ ദ ഫോർമേഷൻ ഓഫ് സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയന് തടസ്സമാകുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യകരമായ അഭിപ്രായ രൂപീകരണത്തിന്റെ തടസ്സങ്ങൾ. പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാകുന്ന ഹിൻഡ്രൻസ് എന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ പൊതു അഭിപ്രായത്തിന്, പബ്ലിക് ഒപ്പീനിയന് ചില ഹിൻഡ്രൻസ് വരാറുണ്ട്, തടസ്സങ്ങൾ വരാറുണ്ട്. എന്തൊക്കെ തടസ്സങ്ങളാണ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവാറുള്ളത്?
ഒന്ന് രാഷ്ട്രീയ അനാസ്ഥ, രണ്ട് നിരക്ഷരതയും ദാരിദ്ര്യവും, മൂന്ന് പക്ഷാപാത മാധ്യമങ്ങൾ. ഇപ്പൊ പബ്ലിക് ഒപ്പീനിയന് വരുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? രാഷ്ട്രീയ അനാസ്ഥ. രാഷ്ട്രീയ അനാസ്ഥ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങളോടും സാമൂഹിക പ്രശ്നങ്ങളോടുമുള്ള ജനങ്ങളുടെ താല്പര്യമില്ലായ്മയും അനാസ്ഥയും. ജനങ്ങൾ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക. അവര് ഭരിച്ചാലും വേണ്ടില്ല, ഭരിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എഴുതിയിട്ട് ജനങ്ങൾ ഒരു മുഖം തിരിച്ചുകൊണ്ട് ഒരു ജനങ്ങൾ ജനങ്ങളുടെ രീതിയിൽ ജീവിക്കുക. ഭരിക്കുന്ന പാർട്ടി ആരാണെങ്കിലും അവര് ഭരണകൂടം അങ്ങനെയും പോവുക. അപ്പോഴാണ് രാഷ്ട്രീയ അനാസ്ഥ ഉണ്ടാവുക. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ അനാസ്ഥ ഇല്ല. നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് മീഡിയാസുകൾ തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ. സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക്, സോഷ്യൽ മീഡിയയെ കൊണ്ട് ചില നല്ല ഗുണങ്ങളുണ്ട്, ചിലപ്പോഴൊക്കെ ചില ദോഷങ്ങളും ഉണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. കാരണം ഏത് രാഷ്ട്രീയ പ്രശ്നങ്ങളെയും എടുത്തു കാണിച്ചു, കാരണം എടുത്തു കാണിക്കണം. തെറ്റിനെ തെറ്റാണ് എന്ന് കാണിക്കാൻ ആള് വേണം മക്കളെ. തെറ്റ് കാണുമ്പോൾ അത് അവരേനെ നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മളുടെ ഭരിക്കുന്ന പാർട്ടി അവര് ഭരണം നടത്തുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു രാഷ്ട്രീയ അനാസ്ഥ ഉണ്ടാവുക പറഞ്ഞാൽ എന്താ? രാഷ്ട്രീയ കാര്യങ്ങളോടും സാമൂഹിക പ്രശ്നങ്ങളോടുമുള്ള ജനങ്ങളുടെ താല്പര്യമില്ലായ്മ ഒന്നും ആരും ശ്രദ്ധിക്കാത്തൊരവസ്ഥയാണെങ്കിലാണ് പൊതു താല്പര്യം അത് പൊതു താല്പര്യത്തിന്റെ രൂപീകരണത്തിന് തടസ്സമാകുന്നത്. രണ്ടെന്താ? നിരക്ഷരതയും ദാരിദ്ര്യവും. പണ്ട് കാലഘട്ടം, ഇപ്പതില്ല കേട്ടോ. പണ്ട് കാലത്ത് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. നമുക്കറിയാം, അറിവില്ലായ്മയും ദാരിദ്ര്യവും കൊടി കുത്തി വാണിരുന്ന രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. അതുകൊണ്ടാണ് നമ്മള് ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നത്. പക്ഷെ ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യം, സമത്വം, സമത്വം, സഹോദര്യം തുടങ്ങി 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇന്ത്യൻ ജനതയിൽ വലിയൊരു മാറ്റാണ് ഉണ്ടാക്കിയത്. അപ്പോ ഒരു കാലഘട്ടത്തിൽ നമ്മളിൽ കൊടികുത്തി വാണിരുന്ന നിരക്ഷരതയും ദാരിദ്ര്യവും ജനങ്ങൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെടാൻ കാരണമായി. എന്നും അടിമകളെ പോലെ ജീവിക്കാൻ അവർ വിധിക്കപ്പെട്ടു. പക്ഷേ അപ്പൊ അതാണ് ദാരിദ്ര്യവും നിരക്ഷരതയും ഒക്കെ എന്തിന് തടസ്സമാകും? പബ്ലിക് ഒപ്പീനിയന് തടസ്സമാകും എന്ന് പറയാനുള്ള കാരണം കൃത്യമായ വിവരങ്ങൾ ഗ്രഹിക്കുക, മനസ്സിലാക്കുക, സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനും അത് തടസ്സമാകും. അപ്പോ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഈ രണ്ടവസ്ഥയില്ല കേട്ടോ. കാരണം നിരക്ഷരത, അറിവില്ലായ്മ കാരണം അടിമകളെ പോലെ, ചൂഷിതരെ പോലെ എല്ലാം സഹിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾക്കുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് ആളുകളിലേക്ക് അറിവ് വന്നതോടുകൂടി സമത്വത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ബോധം നമ്മളിൽ വന്നതോടുകൂടി നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങി, ദേശസ്നേഹം ഉണരാൻ തുടങ്ങി, ദേശത്തിന് വേണ്ടി പോരാടാൻ തുടങ്ങി. അപ്പൊ ഇതും ഏതിന് തടസ്സമാണ് എന്നാ പറയണത്? പബ്ലിക് ഒപ്പീനിയന് തടസ്സമാകുന്ന ഘടകമാണ് രാഷ്ട്രീയ അനാസ്ഥയും നിരക്ഷരതയും ദാരിദ്ര്യവും. അതേപോലെ തന്നെ പക്ഷാപാത മാധ്യമങ്ങൾ. എന്താ പക്ഷാപാതം എന്ന് പറഞ്ഞാല്? എന്തിനാണ് നമ്മൾ പക്ഷാപാതം എന്ന് പറയാ? വേർതിരിവ്. ചില മാധ്യമങ്ങൾ തെറ്റ് കണ്ടാലും മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവം. ഇന്നൊന്നും അങ്ങനെ ഇല്ല. എല്ലാവരും നല്ല ഒരു പരിധി വരെ അവരുടെ പങ്ക് അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കുമ്പോൾ, പക്ഷാപാതമായി പെരുമാറുമ്പോൾ, മാധ്യമങ്ങള് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങളുടെ അഭാവം ജാതി-മത വൈരുദ്ധ്യങ്ങളും എന്തിനു കാരണമാകാം? പൊതുജനാഭിപ്രായം രൂപീകരണത്തിന് തടസ്സമാകുന്നു. ഒരിക്കലും മാധ്യമങ്ങൾ പക്ഷാപാതമായിട്ട് പെരുമാറാൻ പാടില്ല. പക്ഷാപാതം എന്ന് പറഞ്ഞാൽ എന്താ? വേർതിരിവ് കാണിക്കുക. അതായത് നല്ലത് മാത്രം ചൂണ്ടിക്കാണിക്കുക, തെറ്റുകളെയും പോരായ്മകളെയും എടുത്തു കാണിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യരുത്. അത് മാധ്യമധർമ്മമല്ല. മാധ്യമധർമ്മം എന്ന് പറയുന്നത് എന്താണ്? തെറ്റും ശരിയും വേർതിരിച്ചു കാണിക്കുന്നിടത്താണ് മാധ്യമധർമ്മം നിലനിൽക്കുന്നത്. അപ്പോ നമുക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങളുടെ അഭാവം എന്തിന് കാരണമാവാം? പക്ഷാപാത മാധ്യമങ്ങൾ ഉണ്ടാവുന്നതിനും അത് എന്തിന് തടസ്സമാകാം? പബ്ലിക് ഒപ്പീനിയന്, പൊതുജനാഭിപ്രായത്തിന് തടസ്സമാകുന്നതിനും കാരണമാകുന്നു.
പൊതുവെ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളാണ് അവിടെ ഇല്ലാതാകുന്നത്. പൊതുജനങ്ങൾ അഭിപ്രായപ്പെടണം, പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോഴേ നമ്മളുടെ രാജ്യം നല്ല രീതിയിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ. അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സമ്മർദ്ദ ഗ്രൂപ്പ്, പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയും. എന്താ മക്കളെ, അപ്പൊ നമ്മളെ ടീച്ചർ ഇപ്പൊ പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിന്റെ അർത്ഥം പറഞ്ഞു തന്നു, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു തന്നു, ഇമ്പോർട്ടൻസ് പറഞ്ഞു തന്നു, ഫോംസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ പറഞ്ഞു തന്നു, അതിന്റെ തടസ്സങ്ങൾ ഹിൻഡ്രൻസ് പറഞ്ഞു തന്നു. ഇനി നമ്മൾ സമ്മർദ്ദ ഗ്രൂപ്പിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സമ്മർദ്ദ ഗ്രൂപ്പ്, പ്രഷർ ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ? പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിനെ സ്വാധീനിക്കുന്ന സ്വമേധാ രൂപം കൊള്ളുന്ന സംഘടനകളെയാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. പ്രഷർ ഗ്രൂപ്പ് അഥവാ സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിനെ സ്വാധീനിക്കുന്ന സ്വമേധയാ രൂപം കൊള്ളുന്ന സംഘടനകളെയാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. പൊതു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെ സ്വാധീനിക്കുന്ന സ്വമേധ രൂപം കൊള്ളുന്ന ഗ്രൂപ്പുകളെയാണ് സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറയാം. അവരുടെ ലക്ഷ്യം എന്താണ്? പൊതു താല്പര്യം സംരക്ഷിക്കുക. അല്ലാതെ അവർക്ക് തെരഞ്ഞെടുപ്പിലൊന്നും അവർ മത്സരിക്കില്ല. ഒരിക്കലും സമ്മർദ്ദ ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കില്ല. സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി എന്ത് നേടിയെടുക്കുക? ആവശ്യങ്ങൾ നേടിയെടുക്കുക. മനുഷ്യന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിനെയാണ് സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറയാ. ഒരിക്കലും അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ അധികാരം പിടിച്ചെടുക്കാനോ ശ്രമിക്കുന്നവരല്ല. സർക്കാരിന് സമ്മർദ്ദം ചെലുത്തി ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി രൂപം കൊള്ളുന്ന ഗ്രൂപ്പുകളെയാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിനെ സ്വാധീനിക്കുന്ന സ്വമേധയാ രൂപം കൊള്ളുന്ന സംഘടനകളെയാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അവർ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല, അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. സർക്കാരിനെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സമ്മർദ്ദം ചെലുത്താൻ മാത്രം, സമ്മർദ്ദം ചെലുത്തി ആവശ്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതാട്ടോ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മള് ഇന്ത്യയിലെ ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഏതൊക്കെ എന്നാണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സമ്മർദ്ദ ഗ്രൂപ്പുകൾ നോക്കൂ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? തൊഴിൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ. തൊഴിൽ ഗ്രൂപ്പുകളും പ്രൊഫഷണൽ ഗ്രൂപ്പുകളും ഏതൊക്കെയാണ്? FICCI, CII, ട്രേഡ് യൂണിയൻ, AITUC, CITU, കർഷക സംഘടനകളെ. ഇതൊക്കെയാണ് ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഷർ ഗ്രൂപ്പുകൾ. ഇമ്പോർട്ടന്റ് പ്രഷർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രഷർ ഗ്രൂപ്പ്. 1 തൊഴിൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രൂപ്പ്. 2 സാമൂഹ്യ സാംസ്കാരിക ഗ്രൂപ്പ്. ഏതൊക്കെയാണ്? ആര്യ സമാജ്, രാമകൃഷ്ണ മിഷൻ, RSS, YMCA. അടുത്തതാണ് സ്ഥാപന ഗ്രൂപ്പുകൾ. സിവിൽ സർവീസ് അസോസിയേഷൻ, പോലീസ് വെൽഫെയർ സംഘടനകൾ. അതേപോലെ താൽക്കാലിക ഗ്രൂപ്പുകളെ, അഡോക് ഗ്രൂപ്പ്, ദുരിതാശ്വാസ സംഘടനകളെ, കാവേരി ജലവിതരണ സമിതി. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രഷർ ഗ്രൂപ്പായിട്ട് അറിയപ്പെടുന്നത്. ഒരിക്കലും പ്രഷർ ഗ്രൂപ്പ് എന്തിനു വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമല്ല, അധികാരം പിടിച്ചെടുക്കാനുമല്ല, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ. ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രഷർ ഗ്രൂപ്പുകളാണ് ഏതൊക്കെ? തൊഴിൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രൂപ്പ്. അതിൽ വരുന്നതാണ് FICCI, CII, ട്രേഡ് യൂണിയനുകൾ, AITUC, CITU ആൻഡ് കർഷക സംഘടനകൾ. അതേപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക ഗ്രൂപ്പുകൾ. ആര്യ സമാജ്, രാമകൃഷ്ണ മിഷൻ, RSS, YMCA. അതേപോലെ സ്ഥാപന ഗ്രൂപ്പുകൾ, സിവിൽ സർവീസ് അസോസിയേഷനുകൾ, പോലീസ് വെൽഫെയർ സംഘടനകൾ. അഡോക് ഗ്രൂപ്പുകൾ, ദുരിതാശ്വാസ സംഘടനകൾ, കാവേരി ജലവിതരണ സമിതി. ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി നമ്മള്
അവരുടെ റോളാണ്. റോൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ്. എന്തൊക്കെയാണ് സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പങ്ക് എന്ന് നമുക്ക് നോക്കാം. അപ്പോ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ റോള് അഥവാ പങ്ക് എന്തൊക്കെയെന്നാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. റോൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ്. പ്രഷർ ഗ്രൂപ്പുകളുടെ പങ്ക്. ഒന്നാമത്തെ പങ്ക് എന്ന് പറയുന്നത് ജനങ്ങളും സർക്കാരും. ജനങ്ങളുടെയും സർക്കാരിനെയും തമ്മിൽ ബന്ധിക്കുന്ന ഒരു പാലം, ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് ഏത് പ്രവർത്തിക്കുന്നത്? സമ്മർദ്ദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. ജനങ്ങളെയും സർക്കാരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് അഥവാ പാലമായിട്ടാണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തെ പങ്ക് എന്താ മക്കളെ? അഭിപ്രായ രൂപീകരണം. പൊതുവിഷയങ്ങളിൽ അനുകൂല അഭിപ്രായം രൂപപ്പെടുത്തുന്നു. അതേപോലെ മൂന്നാമത്തെ പങ്ക് എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധവൽക്കരണം. ജനങ്ങൾക്ക് രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള ബോധവൽക്കരണം നൽകുന്നു. നാലാമത് നയസ്വാധീനം. ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കുകയും നയങ്ങൾ തിരുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട റോള് അഥവാ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് പ്രഷർ ഗ്രൂപ്പ് ചോദിച്ചാലും, റോൾ ഓഫ് പ്രഷർ ഗ്രൂപ്പ് ചോദിച്ചാലും, ഇമ്പോർട്ടൻസ് ഓഫ് പ്രഷർ ഗ്രൂപ്പ് ചോദിച്ചാലും ഒക്കെ നിങ്ങൾ ഈ പോയിന്റുകൾ വെച്ചാൽ മതി. ജനങ്ങളും സർക്കാരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കും, അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കും, രാഷ്ട്രീയ ബോധവൽക്കരണത്തിന് ശ്രമിക്കും, നയസ്വാധീനത്തിന് സഹായിക്കും. ഇനി ഏതൊക്കെ രീതിയിലാണ് പ്രഷർ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ? മെത്തേഡ്സ് ഓഫ് പ്രഷർ ഗ്രൂപ്പ്. ഏതൊക്കെ രീതിയിലാണ് പ്രഷർ ഗ്രൂപ്പുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നോക്കൂ. ഒന്നാമത് നിവേദനങ്ങൾ നൽകും. അധികാരികൾക്ക് എന്ത് ചെയ്യും? പ്രഷർ ഗ്രൂപ്പുകൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ നിവേദനം കൊടുക്കും. പിന്നെ ലോബിയിങ്. ലോബിയിങ് എന്ന് പറഞ്ഞാല് ജനപ്രതിനിധികളെ നേരിട്ട് കണ്ടു സ്വാധീനിക്കാം. ജനപ്രതിനിധികളെ ഫേസ് ടു ഫേസ് ആയി കണ്ടിട്ട് പ്രശ്നങ്ങൾ അവര് പറയും. പിന്നെ മാധ്യമ പ്രചാരണം. പത്രങ്ങളെ, TV എന്നിവയിലൂടെ, മാധ്യമങ്ങളിലൂടെ പ്രചാരണം നടത്തും. ഇപ്പൊ സമ്മർദ്ദ ഗ്രൂപ്പ് ഇപ്പൊ നമുക്കറിയാം. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല, കുട്ടികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? TV-യിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ അവര് ഈ പ്രശ്നത്തെ, അവര് നേരിടുന്ന പ്രശ്നം എടുത്തു കാണിക്കാൻ വേണ്ടി പറയും. പിന്നെ സമരങ്ങളും റാലികളും നടത്തും, ധർണ നടത്തും, റാലി നടത്തും, പണിമുടക്ക് നടത്തും. അപ്പൊ ഇതൊക്കെയാണ് ആരുടെ മെത്തേഡ്, പ്രവർത്തന രീതികള്? പ്രഷർ ഗ്രൂപ്പിന്റെ പ്രവർത്തന രീതികൾ. അപ്പോ പ്രഷർ ഗ്രൂപ്പിന്റെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ്? ഒന്ന്, നിവേദനം നൽകുക, അധികാരികളുടെ മുന്നിൽ അർജി നൽകുക. ലോബയിങ് എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികളെ നേരിട്ട് കണ്ടു സ്വാധീനിക്കുന്നു. മാധ്യമ പ്രചാരണം. പത്രങ്ങളിലൂടെയും TV-യിലൂടെയൊക്കെ പ്രചാരണം നടത്തുന്നു. സമരങ്ങളും റാലികളും, ധർണ, റാലി, പണിമുടക്ക് തുടങ്ങിയ സംഘടിപ്പിക്കുന്നു. ഇനി ചില സംഘടനകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞു തന്നു. ഇനി ചില സംഘടനകൾ ഏതൊക്കെയാണ്? FICCI ആൻഡ് CII. വ്യാപാരികളുടെയും വ്യവസായികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ് FICCI ആൻഡ് CII. അപ്പോ പ്രധാനപ്പെട്ട പ്രഷർ ഗ്രൂപ്പുകളെ കാണിച്ചു തരികയാണ്, പറഞ്ഞു തരികയാണ്. FICCI ആൻഡ് CII വ്യാപാരികളുടെയും വ്യവസായികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ് FICCI ആൻഡ് CII. ആൻഡ് ദെൻ ട്രേഡ് യൂണിയനുകൾ. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അസോസിയേഷനുകളാണ് ട്രേഡ് യൂണിയനുകൾ. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അസോസിയേഷനുകളെയാണ് നമ്മൾ എന്ത് പറയാ? ട്രേഡ് യൂണിയനുകൾ. അടുത്തതാണ് സാംസ്കാരിക ഗ്രൂപ്പുകൾ. സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഏത്? സാംസ്കാരിക ഗ്രൂപ്പുകൾ. എക്സാമ്പിൾ രാമകൃഷ്ണ മിഷൻ അഥവാ RSS. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രഷർ ഗ്രൂപ്പുകളായിട്ട് പറഞ്ഞു തരാനുള്ളത് കേട്ടോ. ഇനി കുറച്ച് ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ. എന്താണ് പബ്ലിക് ഒപ്പീനിയൻ? പൊതുജനാഭിപ്രായം എന്നാൽ എന്ത്? പൊതുജനങ്ങളുടെ സംഘടിതവും ചിന്താപരമായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം.
പൊതുജനങ്ങളുടെ സംഘടിതവും ചിന്താപരമായിട്ടുള്ള അഭിപ്രായങ്ങളെയാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. എന്താണ് സമ്മർദ്ദ ഗ്രൂപ്പ്? ഈ ചാപ്റ്ററിലെ മെയിൻ ഇമ്പോർട്ടന്റ് 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് സർക്കാരിനെ സ്വാധീനിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സ്വമേധയുള്ള ഗ്രൂപ്പുകളെയാണ് എന്ത് പറയുക? സമ്മർദ്ദ ഗ്രൂപ്പ്. സർക്കാരിനെ സ്വാധീനിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സ്വമേധയുള്ള ഗ്രൂപ്പാണ് സമ്മർദ്ദ ഗ്രൂപ്പ്. ഇനി സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? തൊഴിൽ അഥവാ പ്രൊഫഷണൽ ഗ്രൂപ്പുകൾ വരും, സാമൂഹ്യ സാംസ്കാരിക ഗ്രൂപ്പുകൾ വരും, സ്ഥാപന ഗ്രൂപ്പുകൾ വരും, താൽക്കാലിക ഗ്രൂപ്പുകൾ വരും. അപ്പൊ നോക്കൂ, ഈ 3 ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ആട്ടോ. ഞാൻ പരീക്ഷയ്ക്ക് ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണ് പബ്ലിക് ഒപ്പീനിയനും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും. ഇതെന്താണ് പബ്ലിക് ഒപ്പീനിയൻ? അതിന്റെ പബ്ലിക് ഒപ്പീനിയൻ എന്താണെന്നുണ്ട്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്. ഞാൻ അതിന്റെ ഇമ്പോർട്ടന്റ് ഇതുമാണ് കേട്ടോ. പിന്നെ ഹിൻഡ്രൻസ് ടു ഹെൽത്തി ഒപ്പീനിയൻ. എന്താണ് പബ്ലിക് ഒപ്പീനിയന്റെ തടസ്സങ്ങൾ എന്ന്? പബ്ലിക് ഒപ്പീനിയന്റെ തടസ്സങ്ങൾ: രാഷ്ട്രീയ അനാസ്ഥ, നിരക്ഷരതയും ദാരിദ്ര്യവും, പക്ഷാപാത മാധ്യമങ്ങൾ. പിന്നെ മെത്തേഡ്. ഏതൊക്കെ മെത്തേഡിലൂടെയാണ് ഈ ഒരു പ്രഷർ ഗ്രൂപ്പുകള് കാര്യങ്ങൾ ഇതാക്കുക എന്നാണ് ചോദ്യം. ഇതുണ്ടോ മെത്തേഡ്? ഇതാ: നിവേദനങ്ങൾ നൽകുക, ലോബോയിങ്, മാധ്യമ പ്രചാരണം, സമരങ്ങളും റാലികളും. പിന്നെ അതിന്റെ ഏജൻസി, പ്രഷർ ഗ്രൂപ്പിന്റെ ടൈപ്സ്, എക്സാമ്പിൾ ഇതാ ഉണ്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചാപ്റ്റർ എന്ത് ചെയ്യണം? റെക്കോർഡ് ക്ലാസ് നന്നായി കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ ഗൈഡ് എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോ ഈ ഒരു ചാപ്റ്റർ 21ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സിലബസ് പ്രകാരമാണ് ടീച്ചർ എടുത്തു പോകുന്നത്. ഇനി നമുക്ക് 23ാമത്തെ ചാപ്റ്റർ എടുക്കേണ്ടത്. സിലബസ് പ്രകാരം ഇനി 23ആണ് എടുക്കേണ്ടത്. ആ 23ാമത്തെ ചാപ്റ്ററിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.